ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുസരണ മൊഴികളാൽ ദൈവപിതാവിന് ബലിയർപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരണം എന്ന പുണ്യം നൽകുകയും അതുവഴി നിന്റെ രക്ഷാകര ചരിത്രത്തിൽ ഞങ്ങൾ പങ്കാളികളാവുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ കുറുക്കുവഴികൾ ഈ തിരുവചന ധ്യാനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 15, 5 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കുകയും ചെയ്തു. വിഷയത്തിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോൺ TV സ്നേഹിതരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു മാധുര്യം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് അബ്രാഹം. എൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രാഹം ആയിട്ടുള്ള ഒരു വലിയൊരു പരിണാമത്തിൻ്റെ കഥയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിറയെ നമ്മൾ കാണുന്നത്. ഈ അബ്രാം എങ്ങനെയാണ് അബ്രാഹമായിട്ട് മാറിയത് എന്നും അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അഭിഷേകം ജ്വലിച്ചത് എന്നും നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് അബ്രാഹം പറഞ്ഞു തരുന്ന, ഈ തിരുവചനത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യം എങ്ങനെയാണ്? സ്നേഹപൂർവകമായ അനുസരണമാണ് ഒരുവൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം മുഴുവൻ അവൻ്റെ അപ്പൻ ഒരു വിഗ്രഹാരാധകനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ബഹുദൈവ വിശ്വാസത്തിന് ഉടമയായിരുന്നു അബ്രാഹത്തിൻ്റെ അപ്പച്ചൻ. കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര മേന്മയുള്ള ഒരവസ്ഥയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മക്കളില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അനുഭവിക്കുക എന്നുള്ളതാണ്. അത് നിശ്ചയമായിട്ടും ഈ അബ്രാഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാത്തതിൻ്റെ വേദനയും അങ്ങനെ ഒരുപാട് മുറിവേറ്റ ഒരു മനുഷ്യനൊക്കെ ആയിരുന്നു അബ്രാഹം. എന്നിട്ട് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് അവനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൻ അതിനെ അനുസരിച്ചു എന്നുള്ളതാണ്, അത് സ്നേഹപൂർവ്വം അനുസരിച്ചു എന്നുള്ളതാണ് അബ്രാഹത്തിന് വിജയമായിട്ട് തീർന്നത്. അത് ഇവന് ഒരു കൂടാരത്തിൽ കിടക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആ തിരുവചനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനമൊക്കെ പറയുന്നത്. കൂടാരത്തിൽ കിടക്കുന്ന അബ്രാഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ പുറത്തേക്ക് വാ. ഇത് കർത്താവ് ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ നടത്താണ് അബ്രാഹത്തിൻ്റെ മുൻപിൽ. ഞാൻ പറയുന്നത് ഇവൻ സ്നേഹത്തോടെ അനുസരിക്കുമോ എന്ന് അറിയാനുള്ള ഈശോയുടെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പറാണ്. നിന്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അബ്രാഹം ദൈവം പറയണത് അപ്പം തന്നെ അത് സ്നേഹപൂർവ്വം അനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയാം. എന്നിട്ട് അവനോട് പറയാം, രണ്ടാമത്തെ കാര്യം പറയാം, ജസ്റ്റ് ലുക്ക്, മുകളിലേക്ക് നോക്കി. അപ്പോൾ അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഈശോ പിതാവായ ദൈവം പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? അതിൽ നക്ഷത്രങ്ങൾ നീ കാണുന്നുണ്ടാവും. അപ്പോൾ പറഞ്ഞു, ആ നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും, നിനക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ അത് കേട്ട് അനുസരിച്ചു എന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പുണ്യമായിട്ട് നിൽക്കുന്നത്. ആദ്യം അവൻ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തോടെ വെളിയിലേക്ക് ഇറങ്ങി, കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അത് സ്നേഹപൂർവ്വം അനുസരിച്ച് മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, മകനുണ്ടായി കഴിഞ്ഞിട്ട് അവനെ അത് ബലി ചെയ്യാനായിട്ട് പറയുന്ന സമയം. അത് ഒരല്പം ഒരു കടന്ന കയ്യാന്നൊക്കെ നമുക്ക് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആർക്കാ ഇത്രയും വർഷം കാത്തിരുന്ന് കണ്ണ് നിറഞ്ഞ് കാത്തിരുന്ന്, അല്ലെങ്കിൽ കണ്ണിമ വെട്ടാതെ കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞുമാവനെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ചങ്കിൽ കുറ്റുന്ന പോലെ ഒരു കാര്യം പറയണേ, ഇത് നിനക്ക് സ്നേഹത്തോടെ അനുസരിക്കാൻ പറ്റുമോ? ഈ സ്നേഹത്തോടെ അനുസരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പരാതിയും പറയാതെ അവനെയും പിടിച്ച് ആ മോറിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിന് കാരണമായിട്ട് തീർന്നത് എന്ന് നമ്മൾ കണ്ടെത്തുക. ആ സ്നേഹത്തോടു കൂടിയുള്ള അനുസരണത്തിന് ദൈവം എന്ത് ചെയ്തു? ആ മകൻ്റെ ജീവൻ എടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ദൈവം അവന് തിരിച്ചു നൽകുകയും അവനിങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ നിറവാക്കി മാറ്റുകയും ചെയ്യുന്നതിൻ്റെ കഥ പറഞ്ഞു വയ്ക്കാം. ഇതൊരു പക്ഷേ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചന പശ്ചാത്തലവും വായിച്ച് കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, എൻ്റെ അനുസരണം എന്ന് പറയുന്നത് അങ്ങനെ സ്നേഹപൂർവ്വം ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ബോധപൂർവം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്.
ഞാൻ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ, പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഞാനിങ്ങനെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. ആ ഒരു ചിന്തയുടെ കുറവ് അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുമ്പോഴാണ് പതുക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു തിരുവചന ധ്യാനം ഒന്നിങ്ങനെ കൊണ്ടുവരാനുള്ളത്, എൻ്റെ അനുസരണം ഏത് വിധത്തിലുള്ളതാണ്, സ്നേഹപൂർവ്വമായിട്ടുള്ള അനുസരണമാണോ എന്നുള്ളത് ഒന്ന് നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കാം. എങ്ങനെ സ്നേഹപൂർവ്വം അനുസരിക്കുക എന്നുള്ളത് വെറുതെ ഒരു ചെറിയൊരു സംഭവത്തിലൂടെ നമുക്ക് കണ്ടെത്താം. അത് സംഭവമാണോ കഥയാണോ ഒന്നും അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പറയാം, അമ്മ എനിക്ക് 2 ആപ്പിൾ വാങ്ങിയരോ ചോദിക്കുക. അപ്പോൾ കുട്ടിക്ക് അമ്മ 2 ആപ്പിൾ ഇങ്ങനെ വാങ്ങി കൊടുത്തു. അതിങ്ങനെ വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ മോളുടെ അടുത്ത് ചോദിച്ചു, മോളെ അതിൽ 1 ആപ്പിൾ അമ്മയ്ക്ക് താ, 1 ആപ്പിൾ അമ്മയ്ക്ക് താ എന്ന് പറയുമ്പോൾ ഈ മോള് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഇവൾ ആദ്യത്തെ ആപ്പിൾ ഇങ്ങനെ കടിക്കുക. ഇങ്ങനെ ആദ്യത്തെ ആപ്പിൾ കടിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയൊരു സങ്കടമാവും. കാരണം എൻ്റെ മോളെന്താ എനിക്ക് ഇത് ആപ്പിൾ തരാതെ അവൾ തന്നെ കടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അമ്മ വിചാരിച്ചു അടുത്ത ആപ്പിൾ തരാനാവെന്ന് വിചാരിച്ചിട്ട് മോളെ ആപ്പിൾ താ. 2ാമത്തെ വട്ടം ഈ അമ്മ പറയുമ്പോൾ മോള് ചെയ്യുന്നത് 2ാമത്തെ ആപ്പിൾ ഇങ്ങനെ കടിക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഈ മോളെന്തോ ഒരു അനുസരണം ഇല്ലാത്ത കുട്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അമ്മ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നീ ഇത് 2ഉം തരുന്നില്ലേ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ കലമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോൾ എന്ത് ചെയ്യണത്, ഈ വലത്ത് കയ്യിലെ ആപ്പിൾ ഇങ്ങനെ മാറ്റി ഇടത്ത് കയ്യിലത്തെ ആപ്പിൾ അമ്മയ്ക്ക് എടുത്തിട്ട് അതിങ്ങനെ നീട്ടി കൊടുക്കാം. അപ്പം ഇങ്ങനെ അമ്മയ്ക്ക് നീട്ടി കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കണു, നീ എന്തിനാ ഈ ആപ്പിൾ കടിച്ചിട്ട് എനിക്ക് തന്നേ, നീ എന്തിനാ ഈ ആപ്പിൾ കടിച്ചിട്ട് എനിക്ക് തന്നേ ചോദിക്കുമ്പോൾ ഈ മോള് പറയണ ഒരു വാചകമുണ്ട്, അമ്മ ഞാൻ അമ്മയ്ക്കതിൽ ഏറ്റവും ടേസ്റ്റുള്ള ആപ്പിൾ തരാൻ നോക്കുമായിരുന്നു. ഞാനിത് ആദ്യത്തെ ആപ്പിൾ കടിച്ചപ്പോൾ ആദ്യത്തെ ആണോ മധുരം കൂടുതലുള്ളത്, അത് 2ാമത്തെ ആണോ മധുരം കൂടുതലുള്ളത് നോക്കുക. ഞാനത് 2ഉം കടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 2ാമത്തെ ആപ്പിളാണ് ഞാൻ ഇടത്തേൽ പിടിച്ച ആപ്പിളാണ്. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് ഏറ്റവും നല്ലത് തരാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ മോളിങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥയോ ഒരു സംഭവമൊക്കെ അവസാനിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ത്രെഡ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഈ മോള് ചെയ്ത ഒരു പ്രവൃത്തി ആദ്യം വേണമെങ്കിൽ ചെയ്യണ ഒരു കാര്യം എന്തായിരുന്നു, അതൊരു സ്നേഹപൂർവ്വം ആയിരുന്നില്ല നമുക്ക് തോന്നും. പക്ഷേ ഇവൾ ചെയ്യുന്ന സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, ഈ ഒരു അനുസരണമാണ് കാണിച്ചത്. അതിൽ ഏറ്റവും നല്ലതെടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അമ്മയ്ക്ക് അത് സ്നേഹത്തോടെ വിളമ്പുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് സ്നേഹമുള്ളവർ ദൈവികമായിട്ടുള്ള സന്തോഷമൊക്കെ നമ്മൾ അനുഭവിച്ച് തുടങ്ങുള്ളൂ. അല്ലാത്ത കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, അതിനേക്കാൾ വിറ്റ് ഒന്നും നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ സമൂഹത്തിലോ ദൈവികമായിട്ടോ സംഭവിക്കണില്ല. അപ്പോൾ നമുക്കിങ്ങനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരും ചരിത്രം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം എങ്ങനെയാണ്, അനുസരണം സ്നേഹത്തോടെ അനുസരിച്ചവർക്ക് മുഴുവൻ അഭിഷേകം. പുതിയ നിയമത്തിൽ കടന്നു വന്നാൽ പരിശുദ്ധ മറിയം അവൾ ചെയ്യുന്നത് എന്താ, അനുസരണ മൊഴികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലെറ്റ് ഇറ്റ് ബി ഡൺ, ഇത് സംഭവിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ വേദനയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിരാശ കൂടിയിട്ടോ ഒന്നുമല്ല. ദ ഹോൾ ഹാർട്ടഡ്ലി, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അവൾ പറയുക, ഇത് ഞാൻ സമർപ്പിച്ചോളാം, ഞാൻ ചെയ്തോളാം, അങ്ങനെ പറഞ്ഞിട്ട് നൽകാം. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ മോനെങ്ങനെ കൊടുക്കുമ്പോൾ ഈശോയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, പുതിയ നിയമത്തിൽ ആ കുരിശിൽ കിടക്കുമ്പോൾ ചെയ്യണത് എന്താ, പിതാവേ നിൻ്റെ ഇഷ്ടം ഞാൻ സ്നേഹത്തോടെ ചെയ്യാം. സ്നേഹത്തോടെ കുരിശിൽ കിടന്ന് മരിക്കണേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഈശോ കുരിശിൽ മരിച്ചത് വേദനിച്ചിട്ട് അല്ലെങ്കിൽ ആകെ നിരാശപ്പെട്ടിട്ടാണ്. ജോസഫസ് എന്ന് പറയുന്ന ചരിത്രം എഴുതിയ മനുഷ്യൻ പറയുക, ഒരിക്കലും അല്ല, നെവർ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അവൻ കുരിശിൽ മരിച്ചിട്ടുള്ളത് അനുസരണയോടെ, സ്നേഹപൂർവമായ അനുസരണത്തിന് പിതാവിൻ്റെ മുൻപിൽ കീഴടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുക. നമുക്ക് ഈ ഒരു തിരുവചന ഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ്, ഞാനിങ്ങനെ അനുസരിക്കുന്ന ഒരു മനുഷ്യനാണോ, എൻ്റെ അനുസരണം അത് സ്നേഹപൂർവ്വമാണോ എന്നുള്ളത് ഞാനിങ്ങനെ പതുക്കെ ചോദിക്കണം. അതിൽ മേഖലയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഭിഷേകത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കി. ഇനി അനുസരണത്തിൻ്റെ ഒരു 2ാമത്തെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കുറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിർബന്ധം കൊണ്ടുള്ള അനുസരണമാണ്. ചിലപ്പോഴൊക്കെ നമ്മളിൽ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് ഈ അബ്രാഹത്തിൻ്റെ അനുസരണത്തിൻ്റെ അവിടേക്ക് എത്തുന്നില്ല. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ട്, അത് നിർബന്ധം കൊണ്ട്. ഒരു കറണ്ട് പോയാൽ ഒരു പിക്ചർ ട്യൂബ് എടുത്തുകൊണ്ടുവന്ന് അത് മാറ്റണം എന്നൊക്കെ ഉള്ളത്, അത് ഞാൻ സ്നേഹപൂർവ്വം വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതല്ലെങ്കിൽ നിർബന്ധം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ആ പ്രോഗ്രാം നടക്കില്ല എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു നിർബന്ധത്തിന് വഴങ്ങിയുള്ള അനുസരണമാണ്. അങ്ങനെ അനുസരിച്ചവർക്കൊന്നും കൃപ കിട്ടുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് നിർബന്ധത്തോടു കൂടെ അനുസരിച്ച് കുറേ മനുഷ്യർ അല്ലെങ്കിൽ ജീവിക്കാൻ തുടങ്ങിയത്. അത് ആദത്തിൻ്റെയും ഹവയുടെയും ജീവിതത്തിൽ പറ്റിയ പരിക്കഥ.
അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. പക്ഷെ ആ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവരിങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫിയർ ആയിരുന്നു അവരുടെ അനുസരണം മുഴുവൻ. അതുകൊണ്ടാണ് ആ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറയുമ്പോൾ പോലും അവരിങ്ങനെ പതുക്കെ ചുറ്റിപ്പറ്റി നടക്കുക. അവരനുസരിച്ചു കുറേ നാൾ. ആ അനുസരിച്ചത് മുഴുവൻ എന്തായിരുന്നു? നിർബന്ധം കൊണ്ടാണ്. പക്ഷെ അത് അധികം നാൾ നിലനിന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്യുക? അവരുടെ ആ ഒരു അനുസരണം എടുത്ത് തട്ടിപ്പോവാം. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോണ പോലെയാണ്. അവർ സ്കൂളിൽ പോണത്, ചെറിയ കുട്ടികൾ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോണത് അവർ ഭയങ്കര സന്തോഷത്തോടെ അമ്മയെ ആ ബാഗ് തരൂ, അമ്മയെ ആ പുസ്തകം തരൂ, പേൻ തരൂ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിർബന്ധം കൊണ്ടുള്ള സ്കൂളിൽ പോക്കാം. ആ സ്കൂളിൽ പോക്ക് അതത്ര കൃത്യമാണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടാനിരിക്കുന്ന മൂല്യത്തിൻ്റെ അവസ്ഥ വലിയ രീതിയിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? നിർബന്ധം കൊണ്ടുള്ള അനുസരണങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആരും ഇങ്ങനെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട്, നമ്മുടെയൊക്കെ പൂർവികർ പറയുന്നില്ലേ, അത് അങ്ങനെ വെച്ചിട്ടുള്ള ചക്ക കാക്കില്ല, അടിച്ചു പൊഴിപ്പിച്ചൊക്കെ ചക്ക കാക്കില്ല എന്നോ അങ്ങനെയൊക്കെ പറയണ പോലത്തെ ആ ഒരു അവസ്ഥ തന്നെയാണ് നിർബന്ധം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരണങ്ങൾക്കൊക്കെ കിട്ടുന്ന അവസ്ഥ. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, കുറേ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ട്, കുറേ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, കുറേ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്താ? അത് നിർബന്ധം കൊണ്ടാണ് കുറേയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് ഞാൻ ഈശോയെ സ്നേഹിക്കാനാണോ, അതോ മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു കൽപ്പനയുടെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ എനിക്കിതിൽ സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുർബാനയ്ക്ക് വരുന്നവരാണോ നമ്മളിന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ, നിർബന്ധം കൊണ്ടുള്ള അനുസരണം എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ എനിക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ വിചാരം. മൂന്നാമത്തെ കാര്യം, അന്ധമായ അനുസരണവും നല്ലതല്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു കൾച്ചറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഇങ്ങനെ അന്ധമായിട്ട് അനുസരിക്കുന്ന കുറേ ഗ്രൂപ്പുകൾ. അതങ്ങനെയാണ്, അയാൾ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനത് അനുസരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കില്ല, ഒരു റീസണും ഇല്ലാത്ത അനുസരണത്തിൻ്റെ അവസ്ഥകൾ. അവരിങ്ങനെ ഈ രൂപപ്പെടുന്ന കാര്യങ്ങളിൽ മുഴുവൻ എന്താ, ഒരിക്കലും അവരിങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചറിഞ്ഞ് അനുസരിക്കണില്ല. അവരനുസരിക്കുന്നത് മുഴുവൻ എന്താ, അവരീ അനുസരിക്കുന്നത് അന്ധമായിട്ടുള്ള രീതിയിലുള്ള അനുസരണമാണ്. അതുകൊണ്ട് ഇപ്പോൾ ദിവസങ്ങളിൽ പറയുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഈ സെക്റ്റുകൾ ഇങ്ങനെ മുളച്ചു വരുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഈ ഒരു മേഖലയുണ്ട്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അത്തരം മേഖലകളിൽ പോയി അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഞാൻ അനുസരിക്കുന്നത് അത് ദൈവത്തെ ഒന്നും അല്ലാത്ത രീതിയിലുള്ള അനുസരണത്തിൻ്റെ അവസ്ഥകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി മറിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുസരണത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ശാപത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം അത് അന്ധമായതാ, ഞാൻ അറിഞ്ഞിട്ടല്ല അനുസരിക്കണേ. ആ അന്ധമായ അനുസരണത്തിൻ്റെ ഫലമായിട്ട് കുറേയധികം ദുരന്തങ്ങൾ സംഭവിക്കണം. നമ്മളിങ്ങനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ആയിട്ട് ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കുടുംബം തന്നെയില്ലേ, അത് അനനിയാസിൻ്റെയും സഫീറയുടെയും കുടുംബം. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അനനിയാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകത, അവർ അന്ധമായിട്ട് അനുസരിക്കുക ചില കാര്യങ്ങൾ, അന്ധമായിട്ട്. അതൊരു സ്നേഹം ഉണ്ടായിരുന്നൊന്നുമില്ല. കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കുറേ എടുത്ത് കൊടുത്തു, കുറേ കാര്യങ്ങൾ അവർ മാറ്റിവെച്ചു. പത്രോസ്ലീഹ കറക്റ്റ് ചോദിച്ചു, നീ ഇതൊക്കെ സ്നേഹത്തോടു കൂടെ അനുസരിച്ചിട്ടാണോ കൊണ്ടുവരണേ, എല്ലാം വെക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അനുസരണം എന്ന് പറയുന്ന പുണ്യത്തെ അവരിങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് ഹൈജാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഡൈല്യൂട്ട് ചെയ്യുക, വെള്ളം ചേർത്തിട്ട് അവരനുസരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അനുസരണം അവർക്ക് എന്ത് ചെയ്യുക, കുറച്ചു നേരം കഴിയുമ്പോൾ അവർക്കത് ശാപമാവുമെന്ന് പറയണത് അത്രയും ശാപമായിട്ട് തീരല്ലേ. കുറച്ചു നേരം കഴിയുമ്പോൾ കാണുന്നത് എന്താ, അനനിയാസ് പെടഞ്ഞു വീണ് മരിച്ചു എന്ന് പറയാം. അന്ധമായിട്ട് അനുസരിക്കുന്നവർക്ക് കിട്ടാൻ പോണ കൂലിയാണ് ഇതൊക്കെ. അന്ധമായിട്ടുള്ള വെറുതെ ഒന്നും ചിന്തിക്കാതെയുള്ള അനുസരണം. എൻ്റെ അടുത്ത ആൾക്ക് കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ കുഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും, സേവകന്മാർ തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത ആൾ സഫീറ അതേ സ്ഥലത്ത് വീണിടുന്ന് മരിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു രണ്ട് തലങ്ങളിലാണ് എൻ്റെ ജീവിതം കിടക്കണേന്നുള്ളത് ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഈ ഒരു സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ധമായിട്ടാണോ ഞാൻ അനുസരിച്ചുകൊണ്ടിരിക്കണേ, ഇനി ഈ പറയുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനിങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ജീവിതം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, നിർബന്ധം കൊണ്ട് അനുസരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ചിന്തിക്കണം. ഇതിൽ നിന്നൊക്കെ വിട്ടിട്ടുള്ള ഒരു മേഖലയാണ് നമുക്കിങ്ങനെ കണ്ടെത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരേണ്ടത്. സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു അനുസരണത്തിൽ ജീവിതത്തെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ബലപ്പെടുത്താൻ നോക്കാം. അങ്ങനെ ബലപ്പെടുത്തിയ വ്യക്തിയാണ് പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞിട്ട് വിചാരങ്ങൾ പതുക്കെ അവസാനിപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മൾ കണ്ടതുപോലെ അവളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ സമയം തൊട്ട് അവസാന സമയം വരെ അവൾ അനുസരണയുടെ നിറകുടമായിരുന്നു എന്നുള്ളതാണ്.
അനുസരിക്കാൻ മാത്രമാണ് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അനുസരിക്കുക, അത് സ്നേഹത്തോടു കൂടെ അവൾ അനുസരിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ അവൾ അനുസരിച്ചു എന്ന് പറയണേ. സ്നേഹത്തോടെ അനുസരിച്ചു എന്ന് പറയണേ. തൻ്റെ മകനായ യേശു ക്രിസ്തുവിനെ പോലും അവൻ പറയണത് ചെയ്യാനൊക്കെ പറയുമ്പോൾ അവൾ ലോകത്തെ പഠിപ്പിക്കണ കാര്യം എന്നുള്ളത് അനുസരണയുള്ളവരായിട്ട് നീ മാറണം എന്നുള്ളതാണ്. അവൾ പിന്നീട് നമ്മൾ കാണുന്ന കാൽവരിയുടെ നെറുകിൽ നിന്നിട്ട് കാണുന്നത് എന്താ? അമ്മ അനുസരിക്കുന്ന അമ്മയായിട്ട് സ്നേഹത്തോടുകൂടെ മകനെ നോക്കി ഇന്ന് അനുസരിക്കുക. പിതാവിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇത്രയും ഒരു വചനത്തിലൂടെ കടന്നുപോയ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇനി ഇതിൻ്റെ ഒരു ചൈതന്യത്തിലൂടെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അനുസരിച്ച് കഴിഞ്ഞാൽ ഒരുവന് കിട്ടുന്ന, അല്ലെങ്കിൽ സ്നേഹപൂർവ്വമായിട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് അത് അഭിഷേകത്തിൻ്റെ ലോകമാണെന്നുള്ളത്, സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ഒരുവന് പറ്റും എന്നുള്ളതാണ്. ആരൊക്കെ ഈ ഒരു സ്നേഹത്തോടു കൂടെ അനുസരിക്കുന്നുണ്ടോ ആ വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ അനുസരണത്തിൻ്റെ ഫലമായിട്ട് അവർ ഒരുപാട് ആഹ്ലാദത്തിൻ്റെ നിറവ് അവരുടെ ജീവിത വഴികളിൽ അവർ കണ്ടെത്തും. എനിക്ക് ബാച്ചിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ച ഒരുത്തിനോടുള്ള ഒരു വല്ലാത്ത സ്നേഹം എന്നുള്ളത് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹത്തോടു കൂടെ അനുസരിച്ച് ജീവിത വിജയം നേടുക എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. സെമിനാരി കാലഘട്ടങ്ങളിൽ ഓരോ സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ അവൻ അതിനെയൊക്കെ ഫേസ് ചെയ്തത് കാരണം എന്താണെന്ന് അറിയോ? ഇങ്ങനെ പിടിച്ചു നിന്നതിൻ്റെ കാരണമായിട്ട് അവൻ പറയണ കാര്യം എങ്ങനെയാണ്? എടാ, സ്നേഹത്തോടെ അനുസരിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഏറ്റവും തെളിച്ചത്തോടുകൂടെ ജീവിക്കണം, അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടെ ഇന്ന് പൗരോഹിത്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എടാ ഞാൻ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് കാര്യവും സ്നേഹപൂർവ്വം അനുസരിക്കുക. പിന്നെ എനിക്ക് എന്തിനാ പേടിക്കണേ? ഈ ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഈ തിരുവചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നീ സ്നേഹപൂർവ്വം അനുസരിച്ച് തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പേടിയും മാറും, ഭയപ്പാടുകൾ മാറി സന്തോഷം നിറയും. ഇവരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ ഓർക്കാം. അതായത് സെമിനാരി പഠന സമയത്ത് ഇങ്ങനെ റക്ടച്ചൻ വിളിപ്പിച്ച് കഴിയുന്നതിൻ്റെ അർത്ഥം കുറേയധികം ചീത്ത കേൾക്കാനും അല്ലെങ്കിൽ സെമിനാരിയിൽ നിന്ന് പുറത്താക്കാനൊക്കെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ റക്ടച്ചൻ വിളിപ്പിക്കുക. അപ്പോൾ അവൻ ആകെ പേടിച്ചിരിക്കുക. ബാച്ചിലുള്ള എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അവനെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ റക്ടച്ചൻ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റൂമിൽ ഇവനെ റക്ടച്ചൻ ഇങ്ങനെ കയറ്റിയിട്ട് ഇരുത്തി അവനോട് സംസാരിക്കുന്നത് മുഴുവൻ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെയാണ്. നീ സെമിനാരി ജീവിതം അടുത്തോ അവസാനിപ്പിച്ചോ, നിനക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, നീ അച്ഛനാവാൻ പറ്റില്ല, നിനക്ക് അതിനുള്ള ഒന്നുമില്ല, വിവേകമില്ല, വിജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ അത്രയും ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും ചീത്ത വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്തിരിക്കുന്നവർ നമ്മളിവനെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ നിൽക്കുക. അവിടെ ഇവൻ്റെ പുറത്തിറങ്ങി വരുമ്പോൾ ഇവനൊന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ഇട്ട് ഇവനിങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഭയങ്കര ചിരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയും ചിരി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഇവനെന്താ ഇങ്ങനെ കാണിച്ചിട്ട് പ്രാന്തനെ പോലെ ചിരിക്കണേ? അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവൻ പറയണ കാര്യമുണ്ട്, അയ്യോ ഈ റക്ടറച്ചൻ്റെ ഒരു കാര്യേ. എന്താ? എൻ്റെ അടുത്ത് റക്ടറച്ചൻ പറയാ ഈ സെമിനാരിയുടെ റക്ടറാവാൻ പറ്റുമെന്ന് പറയാമെന്ന് പറയാം, ചോദിച്ചു എന്ന് പറയാം. അപ്പം നമ്മൾ കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ ഏതാണ്ട് പുട്ടന്മാരായിട്ട് നിൽക്കുക. കാരണം അതൊന്നും അല്ല അവിടെ ചോദിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത്, ഇവനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവൻ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കടന്നു പോവാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പതുക്കെ അവൻ്റെ അടുത്ത് പോയിട്ട് അവനോട് ചോദിച്ചു, എടാ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്ട് ചെയ്യണേ ചോദിച്ചു കഴിയുമ്പോൾ പറയാ, എടാ സ്റ്റാഴ്സ് അത് സത്യമായിട്ട് ആക്ടിങ് ഒന്നുമല്ല, ആക്ടിങ് അല്ല, ഞാൻ അനുസരണയോടുകൂടെ സ്നേഹത്തോടുകൂടെ സെമിനാരിയുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് റക്ടറച്ചൻ എന്നെ അങ്ങനെ വേദനിപ്പിച്ചാലും ഇനിയൊക്കെ പറഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഉള്ള സമയത്ത് ഈ അനുസരണയോടുകൂടെ ജീവിക്കുന്നതിൻ്റെ സന്തോഷം ഞാൻ ആസ്വദിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ജീവിച്ചു തുടങ്ങാം. അവനെ പിറ്റേ ദിവസം പുറത്താക്കുമെന്ന് പറഞ്ഞ റക്ടറച്ചൻ തിരിച്ചു വന്നിട്ട് അവനെ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ആക്കി അവനിപ്പോൾ ഒന്ന് നന്നായിട്ട് അച്ഛനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിനോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, നമുക്കൊരു ചെറിയ ലൈഫുള്ളൂ, ഈ ലൈഫിൽ നമ്മളിങ്ങനെ കുറേ മസിൽ പിടിച്ചും കുറേ ഭാരപ്പെട്ടും ഒക്കെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കുള്ള നമ്മുടെ കൽപ്പനകളും നമ്മുടെ ജീവിതവും ഒക്കെ ഇങ്ങനെ ഒന്ന് സ്നേഹത്തോടു കൂടെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അവൻ്റെ ആ ടേബിളും എപ്പോഴും ഇങ്ങനെ ഒരു റംശപുസ്തകം ഇരിക്കുന്നുണ്ട്, സായാഹ്നത്തിലും പ്രഭാതത്തിലും ഒക്കെ ചെല്ലാനുള്ള പുസ്തകം. എന്നിട്ട് ഇവൻ പറയാ, ഇത് ഞാൻ മുടക്കാറില്ല, കാരണം ഇത് എൻ്റെ അധികാരികൾ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കർത്താവിൻ്റെ കൽപ്പനകൾ സ്നേഹപൂർവ്വം നീ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓർക്കാറുണ്ട്, സെമിനാരിയുടെ 14 വർഷം സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റംഷിയും ലലിയും സപ്രയൊക്കെ ചെല്ലിണ്ടായിരുന്നതാ. അത് കഴിഞ്ഞ് വർഷം എത്ര കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ആ റംശ പുസ്തകം മാറ്റി വെച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇവനെ കാണുമ്പോൾ ഓർക്കണ കാര്യം അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ഔട്ട് ഓഫ് കമ്പൽഷൻ്റെ പുറത്തുള്ള അനുസരണമായിരുന്നു.
സ്നേഹത്തോടു കൂടിയുള്ള അനുസരണം ആയിരുന്നില്ല, ഈശോയോട് സ്നേഹത്തോടു കൂടിയുള്ള ഒരു മേഖലയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടെത്തുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെയും അത് പൊടി തട്ടി എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റംശ പുസ്തകം എടുത്തിട്ട് ഞാനിങ്ങനെ പതുക്കെ ഈശോയോട് പറയേണ്ട, ഈശോയെ ഞാൻ ഇത്ര നാളിങ്ങനെ ഭയപ്പെട്ടും അതല്ലെങ്കിൽ അന്ധമായിട്ടും ഒക്കെ അനുസരിച്ച മനുഷ്യനാണ്, പക്ഷെ ഞാൻ ഇന്ന് അത് മാറാൻ പോവാ. എന്നിട്ട് ഇന്ന് മുതൽ സ്നേഹത്തോടു കൂടെ അനുസരിച്ച് ജീവിതത്തിൻ്റെ സന്തോഷം അവൻ അനുഭവിച്ചതുപോലെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വചനം നമ്മളിങ്ങനെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയം ഇത്രയും പുഞ്ചിരിച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇത്രയും സന്തോഷിച്ചതിൻ്റെ കാരണം അവളെ സ്നേഹപൂർവ്വം അനുസരിച്ചതിൻ്റെ പേരിലാണ്. അബ്രാഹം ഇങ്ങനെ അബ്രാഹമായിട്ട് മാറിയത് അവനിങ്ങനെ സ്നേഹപൂർവ്വം ദൈവത്തിൻ്റെ ഓരോ മൊഴികൾക്കും കേട്ട് അതനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിലാണ്. ഇനിയുള്ള സാധ്യത ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ നമുക്ക് ഓരോരുത്തർക്കും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, അനുസരണയുടെ പുണ്യം കിട്ടണേന്ന്. കണ്ണുകൾ അടയ്ക്കാൻ, കരങ്ങൾക്ക് ഒപ്പം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കാനും അങ്ങയുടെ നിയമങ്ങൾ പാലിക്കാനുമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പലപ്പോഴും ഞങ്ങൾ ആ നിയമങ്ങളും കൽപ്പനകളും ഒക്കെ നിർബന്ധം കൊണ്ട് അനുസരിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ തിരുവചന ധ്യാനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു, നിർബന്ധം കൊണ്ടല്ല അനുസരിക്കേണ്ടത്, പേടി കൊണ്ടല്ല നീ അനുസരിക്കേണ്ടത്, അന്ധമായ അനുസരണമല്ല നിനക്ക് ആവശ്യമെന്ന്, മറിച്ച് സ്നേഹത്തോടുകൂടെ അനുസരിക്കാൻ, അങ്ങനെ ദൈവികമായ സന്തോഷം അനുഭവിക്കുന്നവരാകാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.